കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ള നബിക്കുള്ള മാതൃക നോക്കണേ സുഹൃത്തുക്കളെ. പാടില്ല അനാചാരങ്ങളും ആർഭാടവും, ആവശ്യമുള്ളതിനൊക്കെയുണ്ട് അനുവാദവും. ആരൊക്കെ വേണം അവർ മാത്രം, പിന്നെ എന്തൊക്കെ വേണം അതിന് അവയും തന്നെ. നബിക്കുള്ള മാതൃകയും അതാണേ പൊന്നെ, അഭിവന്ദ്യരായ സ്വഹാബികളും ഇതു തന്നെ. അനസ് എന്നവർ പറയുന്നു, ചിലരെ വിളിക്കുവാൻ കൽപ്പിച്ചു നബി എന്നോട്, ചെന്ന് വിളിച്ചു ഞാൻ. സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, സുബൈറും ഉണ്ടതിൽ, കൂടാതെ തൽഹത്തവരുമുണ്ട് വിളിച്ചതിൽ. അതുപോലെ വിളിയിൽ ഉൾപ്പെടും അൻസാരികൾ, അതുകൊണ്ട് അവരും ഉണ്ടിതിൽ ചില വ്യക്തികൾ. തിരുഹദറത്തിൽ അവരൊക്കെ വന്നിരിക്കുന്നു. അത് കണ്ട് നബി അവരോടുടൻ പറയുന്നു, എന്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത് എന്നാണ് നിങ്ങൾക്കൊക്കെയും അറിയേണ്ടത്. ഞാൻ എൻ്റെ മകൾ ബി ഫാത്തിമായ അലിയുന അവർക്കാണ് കെട്ടിക്കേണ്ടതെന്ന കൽപ്പന, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാ വിളിപ്പിച്ചത് എന്നും പറഞ്ഞ് നിക്കാഹിലാണ് ഏർപ്പെട്ടത്. അനന്തരം കാരക്ക കൊണ്ടുവരുന്നതായി, സദസ്സിൻ്റെ ഇടക്ക പാത്രവും വെക്കുന്നതായി. എല്ലാവരും അതിൽ നിന്ന് തിന്നാൻ ആജ്ഞയായി. തിന്നിട്ട് വളരെ സുറൂറിലും പിരിയുന്നതായി. നബിക്കുള്ള മകളെ നിക്കാഹ് ചെയ്ത് കൊടുത്തത് സുഹൃത്തുക്കളെ എന്തെന്തു ലളിതമിലാണത്. നബിയോട് സ്വന്തം നഫ്സിനേക്കാൾ അധികമായി സ്നേഹിച്ചവർ തന്നെത്രയുണ്ടറിയാത്തതായി. കുടുംബങ്ങളിൽ നിന്നും ഒരാൾ അതിലില്ല, നാട്ടാർക്ക് കത്ത് കൊടുത്ത് വിട്ടതുമില്ല. ഇട്ടില്ല വളയും നിശ്ചയം അതുമില്ല, പോക്കറ്റ് മണി ഒരു പൈസയും കൊടുത്തില്ല. ഒരു പന്തലും ഇട്ടില്ല, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതുമില്ല, പള്ളിക്കൂടവും. നബിക്കുള്ള സ്ഥിതി ഓർത്താൽ സഹാബികളൊക്കെയും അതിൽ വേണ്ടതല്ലേ പിന്നൊരു ഉഗ്രൻ സദ്യയും. നബിയോട് തുടരാനാണ് റബ്ബ് പറഞ്ഞത്, കൽപ്പിച്ച പോലെയുമാണ് നബി ചെയ്യുന്നത്. കല്യാണവും വഴി പോലെയാ നബി ചെയ്തത്, അത് കണ്ട് തുടരാനാണ് വഴി കാണിച്ചത്. വഴി തെറ്റി ഇന്ന് നടന്ന് അതു തന്നായി വഴി, ശരിയായ വഴിയുമടഞ്ഞു എന്താ പോം വഴി. ശരിയായ പാത പഴഞ്ചനെന്നാ ധാരണ, അതുകൊണ്ട് പുതിയ നിരത്തിലേക്കാ പ്രേരണ. ആർക്കും പ്രവേശനമുള്ള വഴിയേ അല്ലിത്, പിന്നെന്തിനിതുവഴി താങ്കളും പോകുന്നത് എന്നും പറഞ്ഞ പൊതുജനം ദുഷിക്കുന്നത്. അത് പുതിയതാ സുഹൃത്തെ, ഇതാ പണ്ടുള്ളത്. അബ്ദുൽ റഹ്മാൻ ഇബ്നു ഔഫ് ഒരു ദിവസമിൽ കടക്കുന്നതായി തിരു മുസ്തഫ നബി ഹദറത്തിൽ. എന്തോ പുരണ്ടിരിക്കുന്നു മുണ്ടിൽ അന്ന്, അത് കണ്ട് നബി ചോദിച്ചതെന്താണെന്ന്. കല്യാണം ഒന്ന് കഴിച്ചു കൊണ്ടാ വന്നത്, മണവസ്തു പൂശിയ മഞ്ഞ നിറമാ കണ്ടത്. ഉടൻ തന്നെ നബി പറയുന്നു, സദ്യ നടത്തണം, ആടൊന്നു മതി അതിനെങ്കിലും അത് ചെയ്യണം. ധനാഢ്യനായ വ്യവസായിയാ താനെന്ന് അറിഞ്ഞിട്ട് പോലും പറഞ്ഞതോ ആടൊന്ന്. താൻ മുസ്തഫ നബിയോടടുത്ത സഹാബിയ, നബിക്കും മഹാനോടിഷ്ടമുള്ളൊരു പുള്ളിയാ.